ഹലോ, ചാപ്റ്റർ 6 ചതുർ ചിത്രകാർ. ഇതിന്റെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സസൈസിലുള്ള കുറച്ച് പോർഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. बातचीत के लिए ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നോക്കാം. फर्स्ट वन, चित्रकार की कौन सी विशेषता आपको सबसे अधिक अच्छी लगी और क्यों? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആൻസർ ആണ്. അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഇമാജിനേഷനിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ചിത്രകാരന്റെ ഏതൊരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് ആൻഡ് വൈ? മുझे उसकी ചതുരായി ഓർ ധൈര്യം. നമുക്കറിയാം ധൈര്യം, ചതുരായി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി. ചതുരായി ഓർ ധൈര്യം सबसे अच्छे लगे क्योंकि बिकॉज डरने के बजाय उसने सही समय पर समझदारी से काम किया. അവിടെ പേടിച്ചു പോകുന്നതിന് പകരം ബുദ്ധി ഉപയോഗിച്ച് കൃത്യസമയത്ത് ധൈര്യമൊക്കെ സംഭരിച്ച് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു അല്ലെ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ചതുരായി ഓർ ധൈര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഏതാണെന്ന് നിങ്ങളും എഴുതണം. शेर ने चित्रकार को कायर डरपोक कहा. क्या आपको लगता है कि चित्रकार वास्तव में कायर और डरपोक था या वह चतुर और समझदार था? अपने उत्तर का कारण बताइए. ലാസ്റ്റ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രകാരനെ നോക്കി ലൈൻ പറഞ്ഞതാണ്, നിങ്ങൾ ഭയങ്കര പേടിത്തൊണ്ടനാണ് എന്ന്. അത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? ശരിക്കും ചിത്രകാരൻ പേടിത്തൊണ്ടനാണോ അതോ ധൈര്യമുള്ള ആളായിരുന്നോ? നഹി, വാസ്തവമേ ചിത്രകാർ കായർ ഓർ ഡർപോക് नहीं था. അയാളൊരു മണ്ടനോ അല്ലെങ്കിൽ അയാളൊരു പേടിത്തൊണ്ടനോ ഒന്നും ആയിരുന്നില്ല. വഹ ചതുർ ഓർ സമജ്ദാർ था. അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. क्योंकि उसने शेर से सीधे भिड़ने के बजाय बुद्धि का प्रयोग किया और सुरक्षित निकल गया. കറക്റ്റ് സമയത്ത് ബുദ്ധി പ്രയോഗിച്ച് സിംഹത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഒരു മണ്ടനോ അല്ലെങ്കിൽ പേടിത്തൊണ്ടനോ അല്ല. आपके अनुसार ऐसे कौन कौन से कार्य है जिसका निरंतर अभ्यास करने से उनमें कुशलता बढ़ जाती है? നിങ്ങൾക്ക് പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ എക്സ്പേർട്ട് ആയി മാറും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. निरंतर अभ्यास से चित्रकला, संगीत, खेल, लेखन, नृत्य, हस्तकला और पढ़ाई जैसे कार्य में കുശലത बढ़ती है. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ എക്സ്പേർട്ട് ആയി മാറാം. यदि झील के किनारे नाव न होती तो चित्रकार शेर से अपनी जान बचाने के लिए क्या उपाय करता? ചിത്രകാരൻ ഓടിച്ചെന്ന് ലേക്കിന്റെ അടുത്തുള്ള ഒരു തോണിയിൽ കയറിയാണ് രക്ഷപ്പെട്ടത് അല്ലെ. ആ ഒരു തോണി അല്ലെങ്കിൽ ആ ഒരു ബോട്ട് അവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ചിത്രകാരൻ എന്ത് ചെയ്തേനെ? നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതണം. നമുക്ക് നോക്കാം. മേ ബി വ കിസി ഊഞ്ചെ പേട് പർ ചढ़ जाता. ഏതെങ്കിലും വലിയ മരത്തിന്റെ മേലെ കയറാൻ ചാൻസ് ഉണ്ട്. വ പത്രോ ഓർ ജാഡിയോ കെ പീछे छिप जाता. ഏതെങ്കിലും വലിയ പാറക്കെട്ടിന്റെ ഒക്കെ ഇടയിൽ മറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വലിയ കുറ്റിക്കാട്ടിന്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കാം. വ ധീരെ ധീരെ ബിനാ ആവാസ് കിയെ ദൂസരി ദിശ മേ ഭാഗ് ജാത്ത. സൗണ്ട് ഉണ്ടാക്കാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടി രക്ഷപ്പെട്ടേനെ. വ കിസി ഗുഫ അന്തർ छिप जाता. ഏതെങ്കിലും ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് തന്നെ എഴുതണം എന്നില്ല. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതുക. नीचे दिए गए प्रश्नों के सबसे उपयुक्त उत्तरों पर तारे का चित्र बनाइए. ഇതിൽ തന്നിരിക്കുന്ന ആൻസേഴ്സിൽ കറക്റ്റ് ആൻസറിന്റെ സ്ഥാനത്ത് സ്റ്റാർ വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, चित्रकार ने जंगल के किस स्थान पर चित्र बनाना शुरू किया? കാട്ടിന്റെ ഏത് സ്ഥലത്തായിരുന്നു ചിത്രകാരൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരുന്നത്? നദി കെ കിനാരെ, സുൻസാൻ ജഗ, പേടോ കി നീച്ചെ, പഹാഡ് കെ ചോട്ടി പർ. എവിടെയായിരുന്നു? സുൻസാൻ ജഗ. യമരാജ് കാ മിത്ര കിസെ കഹാ ഗയാ ഹെ? ഈ ചാപ്റ്ററിൽ യമരാജ് കാ മിത്ര എന്ന് ആരെയായിരുന്നു ഉദ്ദേശിച്ചത്? ഷേർക്കോ, ചിത്രകാർക്കോ,
നാവികോ ഷിക്കാരിക്കോ. ഇതിൽ ആകെ 2 ക്യാരക്ടറേ ഉള്ളൂ. ഒന്ന് ഷേർ ആണ്, ഒന്ന് ചിത്രകാരാണ്. അതിൽ ഷേറിനെയാണ് യമരാജ് കാ മിത്ര എന്ന് പറഞ്ഞിരുന്നത്. ചിത്രകാർ ने शेर से अपने प्राण कैसे बचाए. ചിത്രകാരൻ ലയന്റെ അടുത്ത് തന്റെ ജീവൻ എങ്ങനെയാണ് രക്ഷിച്ചത്? धैर्य और चतुराई से, क्रोध और शक्ति से, डर और घबराहट से, അഹങ്കാർ और गर्व से. ഇവിടെ ദേഷ്യം അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ്. ധൈര്യ ഓർ ചതുരായി സെ, ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടത്. चित्रकार ने शेर को पीठ फेर कर बैठने के लिए क्यों कहा. ചിത്രകാരൻ എന്തുകൊണ്ടാണ് ലയണിന്റെ അടുത്ത് പീറ്റ് ഫെയർക്കർ തിരിഞ്ഞിരിക്കാൻ വേണ്ടി, ബാക്ക് തിരിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്? താക്കി ഫർ ഷേർ കി പീഡ് കാ ചിത്ര ബനാ സക്കെ. ബാക്കിന്റെ ചിത്രം വരയ്ക്കാനാണോ? അല്ല. താക്കി വ ഭാഗ്നെ കി യോജന പൂരി കർ സക്കെ. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാൻ വേണ്ടിയാണ്. സോ ദിസ് ഇസ് ദ ആൻസർ. പിന്നെ ഷേർ ആരാം സെ ബൈറ്റ് സക്കെ. ഷേർ നന്നായിരിക്കാൻ വേണ്ടിയാണോ? അല്ല. താക്കി ഷേർ കെ സാത്ത് ആങ്ക് മെച്ചോനി ഖേൽ സക്കെ. ഷേറിന്റെ കൂടെ കണ്ണുപൊത്തി കളിക്കാനാണോ? അല്ല. सोचिए और लिखिए. नीचे दिए गए प्रश्नों के उत्तर अपनी लेखन पुस्तिका में लिखिए. चित्रकार जिस वातावरण में चित्र बना रहा था उसका वर्णन कीजिए. ചാപ്റ്ററിൽ കാട്ടിനുള്ളിലിരുന്ന് ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലെ? ആ ഒരു എൻവയോൺമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം. चित्रकार एक शांत और सुनसान जंगल में चित्र बना रहा था. वहां चारों ओर हरे भरे पेड़, पहाड़ और नदी थी. वातावरण प्राकृतिक, सुंदर और शांत था. सेकंड क्वेश्चन. चित्रकार ने शेर को जंगल में चित्रकला का अभ्यास करने के लिए क्यों कहा होगा? ലാസ്റ്റ് ചിത്രകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കാട്ടിൽ തന്നെ ചിത്രകല പഠിച്ചോളൂ. എന്തുകൊണ്ടായിരിക്കും ചിത്രകാരൻ അങ്ങനെ പറഞ്ഞത്? क्योंकि यदि वह अपनी चीज से वापस लेने जाता तो शेर उसे खा सकता था. അവിടെ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാ പോയത്. അപ്പൊ ലയൺ പറയാ, വന്ന് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിക്കോ. അങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിത്രകാരനെ സിംഹം വെറുതെ വിടുവോ? ഇല്ല. സിംഹം ചിത്രകാരനെ ഭക്ഷണമാക്കും. इसलिए उसने कहा कि वह अपनी चीज वही छोड़ रहा है, शेर ही उनसे चित्रकला सीख ले. ഷേർ ആ സാധനങ്ങളൊക്കെ എടുത്ത് കാട്ടിൽ ചിത്രകല അഭ്യസിച്ചോളൂ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. आपको इस कविता की कौन सी घटना सबसे रोचक लगी? ഈ ഒരു കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണെന്ന് എഴുതണം. मुझे वह घटना सबसे अच्छा लगी. मुझे वह घटना सबसे रोचक लगी जब शेर पीठ फेर कर बैठा रह गया और चित्रकार चुपचाप नाव लेकर भाग गया. എനിക്ക് ആ ഒരു പോർഷൻ ആണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ നിങ്ങൾ എഴുതുക. चित्रकार ने शेर से बचने के लिए क्या किया? ചിത്രകാരൻ എങ്ങനെയാണ് ലയണിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്? चित्रकार ने चतुराई से शेर को पीठ फेर कर बैठने को कहा और उसी समय मौका पाकर नाव में बैठकर छील के पार चला गया. എന്താ ചെയ്തത്? ചിത്രകാരൻ നല്ല ബുദ്ധി ഉപയോഗിച്ച് സിംഹത്തിനോട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് മെല്ലെ മെല്ലെ അവിടുന്ന് വന്ന് ഝീലിന്റെ അടുത്തുനിന്ന് ബോട്ട് എടുത്ത് അതിൽ കയറി മറുകരയിലേക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ചിത്രകാരൻ രക്ഷപ്പെട്ടത് അല്ലെ? അനുമാൻ ഓർ കൽപ്പന. ഈ ഒരു പോർഷനും ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷനുള്ള ആൻസർ തന്നെ എഴുതണം. നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. चित्रकार ने शेर को जंगल के सरदार नाम से क्यों पुकारा होगा? എന്തായിരിക്കും ചിത്രകാരൻ ലയണിനെ ജംഗൽ കെ സർദാർ ആ ഒരു ടേം എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? क्योंकि शेर जंगल का राजा माना जाता है. ലയൺ കാട്ടിലെ രാജാവാണ് എന്നാണല്ലേ അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ചിത്രകാരൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്.
यदि चित्रकार जंगल में रुक जाता और शेर से मित्रता करने का प्रयास करना तो क्या होता? ഇനി ചിത്രകാരൻ അവിടുന്ന് രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, ലയന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് അവിടെ തന്നെ നിൽക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇതും നിങ്ങളുടെ ഇമാജിനേഷനിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നു, അവർ ഒരുമിച്ച് ചിത്രം വരച്ചു, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. മേ ബി उसकी जान को खतरा हो सकता था, നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടായേക്കാം. क्योंकि जंगली जानवर का व्यवहार बदल सकता है. ഇത് വൈൽഡ് ആനിമൽസ് ആണ്, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവര് വേണമെങ്കിൽ സ്വഭാവമൊക്കെ മാറ്റി ചിത്രകാരന്റെ ലൈഫ് റിസ്കിലാവാനും സാധ്യതയുണ്ട്. यदि शेर को भी चित्रकला में रुचि होती तो वह कौन से चित्र बनाना पसंद करता? അഥവാ സിംഹത്തിനും നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുമായിരുന്നെങ്കിൽ അത് എന്തൊക്കെ ചിത്രം വരച്ചേനെ? वह जंगल, पेड़ पौधों, नदियों, पहाड़ों और दूसरे जंगली जानवरों के चित्र ബനാന പസന്ദ് കർത്ത. അല്ലെ, കാടിന്റെയും മരങ്ങളുടെയും നദികളുടെയും മലകളുടെയും പിന്നെ മറ്റു മൃഗങ്ങളുടെയും ഒക്കെ ചിത്രം വരച്ചേനെ. यदि चित्रकार के स्थान पर आप होते तो शेर से बचने के लिए क्या करते? ഇവിടെ ഈ ചിത്രകാരന്റെ പകരം നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടേനെ? നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതുക. आशा की बात. कविता में से चुनकर कुछ पंक्तियां नीचे दी गई है. इनमें छिपे मुहावरे पहचानिए और उनके नीचे രേഖ खींचिए. ഈ തന്നിരിക്കുന്ന സെന്റൻസുകളിലൊക്കെ എവിടെയോ ഓരോരോ മുഹാവരയും കൂടി ഉണ്ട്. ആ മുഹാവരനെ കണ്ടുപിടിച്ച് നിങ്ങൾ അതിന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ്, ഉസേ ദേക്കർ ചിത്രകാർ കെ തുരന്ത് ഉഡ് ഗയേ ഹോഷ്. ഇതില് ഏതാണ് മുഹാവര? ഉഡ് ഗയേ ഹോഷ്. नदी, पहाड़, पेड़ पत्तों का रह न गया कुछ जोश. रह न गया कुछ जोश. ഇത് ഒരു മുഹാവരയാണ്. चित्रकार ने नाव पकड़कर ली जी भर के सांस. ली जी भर के सांस. इधर शेर दा धोखा खाकर झुंझलाहट में चूर. ഇവിടെ धोखा गाना എന്ന് പറഞ്ഞാൽ ഒരു മുഹാവരയാണ്. अब इन मुहावरों का प्रयोग करते हुए अपने मन से नए नए वाक्य बनाइए. ഇപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത എല്ലാ മുഹാവരയും അതിന്റെ മീനിങ്സും ഒന്ന് നോക്കാം, ഉപയോഗിച്ച് ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ഉഡ് ഗയേ ഹോഷ് എന്ന് പറഞ്ഞാൽ ടു ബി ഷോക്ഡ് ഓർ സ്റ്റണ്ട്, ആകെ പെട്ടെന്ന് ഞെട്ടിപ്പോവുക, ടെൻഷനായി പോവുക, അങ്ങനെ പേടിച്ചു പോവുക, അതൊക്കെയാണ് ഉഡ് ഗയേ ഹോഷ് എന്നുള്ളതിന്റെ അർത്ഥം. നമ്മുടെ ജീവൻ പോയി എന്ന് തോന്നുക എന്നൊക്കെ പറയും മലയാളത്തില്. ഖബർ സുൻതേ ഹി ഉസ്കെ ഹോഷ് ഉഡ് ഗയേ. എന്തോ ഒരു ന്യൂസ്, ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കാം, അല്ല ഷോക്ഡ് ആയി പോയി എന്ന് പറയില്ലേ. ഖബർ സുൻതേ ഹി ഉസ്കെ ഹോഷ് ഉഡ് ഗയേ. രണ്ടാമത്തത്, രൻ ന ഗയാ കുച്ച് ജോഷ്, ടു ലൂസ് ഓൾ എനർജി. എല്ലാ എനർജിയും പോവുക, ആകെ എനർജി ഒന്നും ഇല്ലാണ്ടായി പോവുക, അതാണ് അതിന്റെ അർത്ഥം. അവിടെ ഒരു സെന്റൻസ് നോക്കാം. ലംബെ സമയ തക് കാം കർനെ കെ ബാദ് ഉസ്മേ കോയി ജോഷ് നഹി രഹാ. കുറേ നേരം ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഒരു എനർജിയും ഇല്ലാണ്ട് ആകെ ക്ഷീണിച്ചു പോയി. ജി ഭർ സാസ് ലേന, ടു ടേക്ക് എ ഡീപ് ബ്രെത്ത് ഓഫ് റിലീഫ്. ഹോ, ആശ്വാസം എന്ന് പറഞ്ഞൊരു ഡീപ് ബ്രെത്ത് എടുക്കില്ലേ, അതിനാണ് ജി ഭർക്കർ സാസ് ലേന എന്ന് പറയുന്നത്. അതിനൊരു സെന്റൻസ് ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും? ലംബാ കാം പൂരാ കർക്കെ ഉസ്നെ ജി ഭർക്കർ സാസ് ലി. വലിയൊരു പണി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു തീർന്നപ്പോ ആശ്വാസത്തിന്റെ ഒരു ഡീപ് ബ്രെത്ത് എടുത്തു. ധോക്ക ഗാന, ടു ബി ചീറ്റഡ്, ആളുകളെ പറ്റിക്കുക, അതിനാണ് ധോക്ക ഗാന എന്ന് പറയുന്നത്. ജൂട്ടെ ദോസ്ത് പർ ഭരോസ കർക്കെ ധോക്ക ഖാ ഗയാ. ജൂട്ടെ ദോസ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫ്രണ്ട് അല്ലാതെ നമ്മളെ ഫ്രണ്ട് ആണെന്ന് ആക്ട് ചെയ്ത് അടുത്ത് വരുന്ന ആളെ വിശ്വസിച്ച് അയാള് ചീറ്റഡ് ആയി, അതാണ് അതിന്റെ അർത്ഥം. नीचे दी गई पंक्तियों को ध्यान से पढ़िए. इतने ही में वहां आ गया യമരാജ് का मित्र. ചാപ്റ്ററിലെ ഓരോ ലൈനിന്റെ ചില വേർഡുകൾക്കടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആ ഗയാ യമരാജ് കാ മിത്ര. ചിത്രകാർ ചുപ്കെ സെ ഖിസ്ക ജैसे कोई चोर.
जल्दी जल्दी नाव चलाकर निकल गया वह दूर। इन पंक्तियों में जिन शब्दों के नीचे रेखा खींची गई है वे क्रिया शब्द है जिन्हें आने या जाने के कार्य को बताने के लिए उपयोग में लाया जाता है. അതായത് ഒരു സ്ഥലത്തേക്ക് എൻ്റർ ആവുക, ഒരു സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ആവുക, ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോവുക, ഈ കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെ പല രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. ക്രിയാശബ്ദം എന്ന് പറഞ്ഞ വേർബ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് ആണ്. അപ്പൊ आ गया शब्द का प्रयोग अचानक आने को दर्शाने के लिए किया गया है. അതായത് ആ ഗയ എന്ന് പറഞ്ഞത് ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. खिसका शब्द धीरे धीरे हटने या बिना किसी को पता लगे जाने का भाव प्रकट करता है. അപ്പൊ ഖിസ്ക എന്ന് പറഞ്ഞാൽ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ നിരങ്ങി നീങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോയി അല്ലെ. निकल गया എന്ന് പറഞ്ഞാൽ तेजी से दूर जाने का संकेत देता है. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, അവിടുന്ന് പുറത്തേക്ക് പോയി, അതാണ് निकल गया. आने और जाने के कार्य को बताने के लिए इसी प्रकार के अनेक क्रिया शब्द का प्रयोग किया जाता है. ഇത് മാത്രമല്ല, വരുന്നതും പോകുന്നതും കാണിക്കാൻ വേണ്ടി ഇതുപോലെ പല ക്രിയാശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. आगे दिए गए ऐसे ही क्रिया शब्दों का प्रयोग करते हुए अपने मन से वाक्य बनाइए. ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസസ് ഉണ്ടാക്കുക. നമുക്ക് നോക്കാം. ആന വോ മേരെ പാസ് ആയ. ആന ആയ അതൊക്കെ ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കുക. അതുപോലെ പോകുന്നതിന് പുറത്തേക്ക് പോവാണ്. നികൽ പഠന മേ സാഹസിക യാത്ര കെ ലിയെ നികൽ പട. നിങ്ങളുടെ അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഇനി പൗഞ്ചന റീച്ച് ചെയ്യുക, എത്തുക, അതാണ് പൗഞ്ചന എന്ന് പറഞ്ഞ. വ സമയ പർ സ്കൂൾ പൗഞ്ച് ഗയ. കറക്റ്റ് സമയത്ത് സ്കൂളിലെത്തി. മേ സമയ പർ സ്കൂൾ പൗഞ്ച് ഗയ അങ്ങനെയൊക്കെ എഴുതാം. ദാഖിൽ ഹോന വ ധീരെ സെ കമരെ മേ ദാഖിൽ ഹുവ. ദാഖിൽ ഹോന എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യാന്നാണ് അർത്ഥം. സ്ലോ ആയിട്ട് റൂമിനുള്ളിലേക്ക് എൻ്റർ ആയി. പ്രവേശ് കർണ അതുപോലെ തന്നെ എൻ്റർ ചെയ്യാന്നുള്ളതിന് വേറെ ഒന്നാണ്. ബച്ചോനെ ഖുഷി സെ മൈദാൻ മേ പ്രവേശ് കിയ. उपस्थित होना सभी विद्यार्थियों सभा में उपस्थित थे. അവിടെ പ്രസന്റ് ആവും. ഇനി പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ജാന എന്നുള്ളതിന്റെ വേർഡ്സ് നോക്കാം. റവാന ഹോന ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ട്രെയിൻ ഒക്കെ പോവാന്നൊക്കെ പറയില്ലേ, ട്രെയിൻ ഒക്കെ വരിക, അതിനൊക്കെ റവാന ഹോന എന്നാണ് പറയുന്നത്. ഇവിടെ ഷാം കോ സൈനിക് സീമാക്കി ഓർ റവാന ഹുവ. വൈകുന്നേരം സോൾജിയേഴ്സ് ബോർഡറിന്റെ അടുത്തേക്ക് പോയി. ഉഡ്ന പക്ഷി ആകാശ് മേ ദൂർ തക് ഉടുകയെ പറക്കുക. ഫിസൽന വ കേലെ കെ ഛിൽക്കെ പർ ഫിസൽ ഗയ നിരങ്ങി വീഴുക, നിരങ്ങി പോവുക. ഖിസ്കന എന്ന് പറഞ്ഞാൽ വ ധീരെ സെ അപ്നി ജഗ സെ ഖിസക് ഗയ. ഖിസക് ഗയ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ സ്ലിപ്പ് ആവുക, സ്ലിപ്പായിട്ട് പോവുക, അതാണ് അർത്ഥം. फिर उसको कुछ हिम्मत आई, देख उसे चुपचाप. उपयुक्त पंक्ति को ध्यान से देखिए. यहाँ जिन शब्दों को रेखांकित किया गया है वे शब्द संख्या शब्दों क्रमश चित्रकार और शेर के लिए प्रयुक्त हुए हैं. आप जानते ही होंगे कि संख्या के स्थान पर प्रयोग किए जाने वाले ऐसे शब्दों को സർവനാം कहते हैं. അപ്പോ ഈ തന്നിരിക്കുന്ന ലോങ് സെന്റൻസിൽ രണ്ട് വാക്കുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഉസ്കോ, ഉസെ. ഏത് വാക്യങ്ങളാണത്? സർവനാം. നെയിമിംഗ് വേർഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനാണ് സർവനാം എന്ന് പറയുന്നത്. अब नीचे दिए गए वाक्यों में रेखांकित संख्या शब्दों को हटाकर उचित सर्वनाम शब्दों का प्रयोग कीजिए. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ നമുക്ക് ഒറിജിനൽ നെയിമിംഗ് വേർഡ് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം സർവനാം കൊടുക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫിർ ഷേർ കോ, ഷേർ നെയിമിംഗ് വേർഡ് ആണ്. ചുപ് ചാപ് ദേക്കർ ചിത്രകാർ കോ,
കുച്ച് ഹിമ്മത്ത് ആയി. ഷേറും ചിത്രകാരും നെയിമിംഗ് വേർഡ്സ് ആണ്. അത് മാറ്റിയിട്ട് ഫിർ ഉസേ ചുപ്ചാപ് ദേക്കർ, ഉസേ എന്ന് പറഞ്ഞ ഷേർക്കോ, ഉസ്കോ കുച്ച് ഹിമ്മത്ത് ആയി. ഉസ്കോ ആർക്കാണ്? ചിത്രകാർക്കോ. നെക്സ്റ്റ്, चित्रकार जल्दी जल्दी नाव चलाकर दूर निकल गया. ഡാഷ് ജൽദി ജൽദി നാവ് ചലാക്കർ ദൂർ നികൽ ഗയ. ആരാണ്? ചിത്രകാർ. അതിന് വഹ് അല്ലെങ്കിൽ വേ എന്നാണ് പറയുന്നത്. അതുപോലെ ചിത്രകാർ നാവ് മേ ബൈഠ് ഗയ. ആരാണ് ഇരുന്നത്? ചിത്രകാരാണ്. വഹ് നാവ് മേ ബൈഠ് ഗയ. ഷേർ ബഹുത് ഗുസ്സേ മേ ഥാ. ഇവിടെയും വഹ് തന്നെയാണ്. വഹ് ബഹുത് ഗുസ്സേ മേ ഥാ. ചിത്രകാർ ഓർ ഷേർ കെ ബീച്ച് വാർത്താലാപ് ഹുവ. അവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി. ആരുടെ ഇടയിലാണ്? ചിത്രകാർ ഓർ ഷേർ. ഇത് രണ്ടുപേരെയും കൂടി കാണിക്കാൻ വേണ്ടി ഉനക്കെ ബീച്ച് വാർത്താലാപ് ഹുവ. ഇനി കുറച്ച് പോർഷൻസ് ഉണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യാതെ ഈ ഒരു പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തുൽന. चित्रकार और शेर की विशेषणाओं की तुलना कीजिए और उचित स्थान पर सही या गलत का चिन्ह लगाइए. ഇവിടെ കുറച്ച് അവരുടെ സ്വഭാവത്തിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ രണ്ടുപേരുടെയും ഒരു ക്യാരക്ടർ നിങ്ങൾ ഇതിൽ ആർക്കാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളത് എന്ന് ടിക്ക് ചെയ്യണം. ആർക്ക് ഇതില്ല എന്നുള്ളത് നമുക്ക് ക്രോസ് ചെയ്യാം. ബുദ്ധിമാൻ. ആരായിരുന്നു ബുദ്ധിമാൻ? ചിത്രകാരായിരുന്നു, ഷേർ അല്ല അല്ലെ. ഇനി ശക്തിശാലി, ഓഫ്കോഴ്സ് ചിത്രകാരനേക്കാളും ശക്തിശാലി ഷേർ ആയിരിക്കും. ഡർപോക്, പേടിത്തൊണ്ടൻ ആരായിരുന്നു? രണ്ടുപേരും ആയിരുന്നില്ല. ചതുർ, ബുദ്ധിമാൻ ആരായിരുന്നു? ചിത്രകാരായിരുന്നു, ഷേർ അല്ലായിരുന്നു. ഡരാവ്ന, പേടിപ്പെടുത്തുന്നത് ആരായിരുന്നു? ഓഫ്കോഴ്സ് ഷേർ ആയിരുന്നു. സാഹസി, ഇതിൽ ആരാണ് അഡ്വഞ്ചറസ്? ആരാണ് സാഹസി? അത് ചിത്രകാരായിരുന്നു. ലയനും സാഹസി ആയിരിക്കാം, പക്ഷെ ഈ ചാപ്റ്ററിൽ അതിനെ പറ്റി പറയാത്തോണ്ട് നമുക്കതല്ല എന്ന് എഴുതാം. ബോല, ആരായിരുന്നു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആള്? അങ്ങനെയൊന്നും ആരെയും നമുക്ക് തോന്നിയിട്ടില്ല. ജിജ്ഞാസു, ഭയങ്കര ഓരോ കാര്യങ്ങളും അറിയാനുള്ള ആഗ്രഹം, ഒരു കൗതുകം ഉണ്ടായിരുന്നത് ആർക്കാണ്? അത് ലയനാണ്. ലയൻ പല പല ചോദ്യങ്ങളും ഈ ചിത്രകാരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിത്രകാരന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിലില്ലാത്ത പോർഷൻസ് നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.